ശങ്കുട്ടിദാസ്, ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുത്താൽ, ഒരു സെക്കൻഡ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം പോയി എന്നുകൂടി പറഞ്ഞു കൊടുക്കും. ശരി, ഈ തൃശ്ശൂരിനെ നമ്മൾ എടുക്കാൻ കാരണം വെച്ചാൽ തൃശ്ശൂർ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. BJPയുടെ MP ആണ് തൃശ്ശൂരിൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വെറും 2 സീറ്റാണ് കൂടുതലായി കിട്ടിയത്. അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിന് അധികാരം പിടിക്കുന്നു. അവിടെ ഒരു പഞ്ചായത്ത് മാത്രമാണ് ആകെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ കൊടുങ്ങല്ലൂരിൽ 2ാം സ്ഥാനത്ത് വന്നതൊഴിച്ചാൽ ഒരു നല്ല പെർഫോമൻസും ഇല്ല. അപ്പോൾ കോർപ്പറേഷനിൽ 8 സീറ്റുകൾ, ഒരു മുനിസിപ്പാലിറ്റിയിലെ 2ാം സ്ഥാനം, ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വളരെ ശുഷ്കമാണ് തൃശ്ശൂരിലെ BJPയുടെ പെർഫോമൻസ്. മറ്റ് പല ജില്ലകളെടുത്താലും നമ്മൾ ആ ഒരു പാറ്റേൺ കാണാവുന്നതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിജയം നേടിയതിന് ശേഷം അത് നിലനിർത്തി അതിനാനുപാതികമായ വർധന ഉണ്ടാക്കി അങ്ങനെ ആ തരത്തിൽ വളരുന്ന ഒരു പ്രതിഭാസമല്ല. ഇതൊക്കെ ഒരു വൺ ടൈം ഫിനോമിന ആയിട്ടാണോ വരുന്നത്? നോക്കൂ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയുടെ പ്രകടനത്തെ വിലയിരുത്തേണ്ടത് തൊട്ടുമുമ്പ് നടന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ അത് തൊട്ടുമുമ്പ് നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിവേകമാണ്. 2 തെരഞ്ഞെടുപ്പുകളിലും 2 തരത്തിലുള്ള വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നതെന്നും 2 തരത്തിലുള്ള മനോഭാവങ്ങളിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ടല്ലോ. തൃശ്ശൂരിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ തൃശ്ശൂർ സംഭവിച്ചത് എന്താ വെച്ചാൽ ടൈ ആയിരുന്നു. UDFും LDFും ഒരേ നമ്പർ സീറ്റുകൾ വന്ന് ടൈ വന്നപ്പോൾ UDF റിബലിനെ മേയർ സ്ഥാനം കൊടുത്തിട്ടാണ് LDF അവിടെ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണ തന്നെ ജയിക്കാമായിരുന്ന ഒരു വാർഡാണ്. അവിടെ LDF വിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് 2ാം സ്ഥാനത്ത് നിന്നിരുന്ന UDFന് ആനുകൂല്യം കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആനുകൂല്യം അവിടെ BJPക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമുള്ളത്? 2 സീറ്റ് അവിടെ BJP കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ട് അവിടെ 2 പുതിയ വാർഡുകൾ കൂടി നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ പിക്ചർ എന്താണ്? അതായത് സംസ്ഥാനത്തുടനീളം ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഒരു ആന്റി ഇൻക്യുബൻസി ഫീലിംഗ് ഉണ്ട്. എവിടെയൊക്കെ BJP ഒരു സ്ട്രോങ് ആൾട്ടർനേറ്റീവായി നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം BJPക്ക് വോട്ട് ചെയ്യാനാണ് ജനങ്ങൾ തയ്യാറാവുന്നത്. BJPക്ക് അത്ര ശക്തമായിട്ടുള്ള പ്രസൻസ് ഇല്ലാത്ത ഇടങ്ങളിലാണ് ആന്റി ഇൻക്യുബൻസി ഫീലിംഗിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആവുന്നത്. അതായത് CPMനോടുള്ള വിരോധം കോൺഗ്രസിനുള്ള സ്വാഭാവികമായിട്ടുള്ള സമ്മതിയല്ല, അത് BJP കുറെ കൂടി ശക്തമായ പ്രസൻസ് നിലനിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അത് BJPക്കാണ് കിട്ടിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ വളർച്ചയൊന്നും നേടിയില്ല പറഞ്ഞു. നമുക്ക് 2015 അവിടെ 35 സീറ്റാണുള്ളത്, 2020 അവിടെ 35 സീറ്റാണുള്ളത്. അതായത് ഭരണം ഉണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു വർധനവും ഉണ്ടാക്കാൻ പറ്റാത്തടത്ത് ഇത്തവണ BJP വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയതുകൊണ്ട് 35-ൽ നിന്ന് നേരെ 50-ലേക്കാണ് വന്നത്. ആകെ 100 സീറ്റുള്ള കോർപ്പറേഷനിലെ പകുതി സീറ്റും 50 സീറ്റും BJP പിടിച്ചിട്ട് അത് വലിയ നേട്ടമല്ലെന്ന് പറയാൻ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വാർഡ് നഗരസഭ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കഴിയാതെ പോയിട്ടുള്ള കോൺഗ്രസിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും വലിയ ജമ്പാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ളത്. BJP നല്ല പ്രകടനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, കോഴിക്കോട് കഴിഞ്ഞ തവണ 7 വാർഡുകളാണ് ഉണ്ടായിരുന്നത്, ഇത്തവണ അത് 14ആയി, നേരെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അങ്ങനെ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താ? സിറ്റിംഗ് മേയറുടെ വാർഡിൽ റനീഷ് ജയിച്ചു, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PM നിയാസിന്റെ വാർഡിൽ BJP ജയിച്ചു, LDFന്റെ മേയർ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ BJP ജയിച്ചു, നഗരഹൃദയമായിട്ടുള്ള മാവൂർ റോഡിൽ BJP ജയിച്ചു, സംഘത്തിന്റെ ആദ്യത്തെ ശാഖയൊക്കെ ആരംഭിച്ചിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ചാലശ്ശേരി ചാലപ്പുറത്ത് BJP ജയിച്ചു. ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർഡുകളിൽ 2 മുന്നണികളോടും ഒരേപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് BJPയോടെ പരാജയപ്പെടുത്തുന്നത്. ജയന്റ് കില്ലർമാരായിട്ടാണ് BJP എമർജ് ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിൽ BJP 12 സീറ്റുകൾ 1ാം സ്ഥാനത്ത് വന്നു. BJP 2 അക്കം തൊട്ടു ആദ്യമായിട്ട് കൊല്ലം നഗരസഭയിൽ. തന്നെയല്ല, അവിടുത്തെ LDFന്റെ മേയറായിരുന്ന രാജേന്ദ്ര ബാബുവിനെ അയാളുടെ വാർഡിൽ BJP പരാജയപ്പെടുത്തി. അവിടെയും BJPയാണ് ജയന്റ് കില്ലറായിട്ട് എമർജ് ചെയ്തത്. ഇങ്ങനെ ഏത് സ്ഥലത്ത് BJPയുടെ പ്രകടനം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള പരാജയം BJPയെ വല്ലാണ്ട് ബാധിച്ചു. മുനിസിപ്പാലിറ്റി ഏരിയയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണെന്നൊക്കെ ഇത്രയും ദിവസം പ്രസംഗിച്ച് നടന്നിരുന്ന ആൾക്കാർ പറയാണ് കേവല ഭൂരിപക്ഷം എത്താൻ പറ്റിയിട്ടില്ല എന്ന്. ഈ 2 മുന്നണികളോട് മത്സരിച്ച് ഇത്രയും വിപരീതമായിട്ടുള്ള എല്ലാ സാധ്യതകളോടും പൊരുതിക്കൊണ്ട് 25 സീറ്റ് നേടിയിട്ട് അവിടുത്തെ ഒറ്റ പാർട്ടി ആയിട്ടുള്ളത് BJP ആണെങ്കിൽ
അല്ലെങ്കിൽ BJP ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ BJP 21 സീറ്റുകൾ, അതായത് LDF ഭരിച്ചിരുന്ന സ്ഥലത്ത് LDFന്റെ ഓൾട്ടർനേറ്റീവോടെ BJP ആണ് ആയത്. BJPക്ക് കഴിഞ്ഞാണ്, കാരണം BJP അവിടെ പ്രതിപക്ഷമായിരുന്നു. അതുകൊണ്ട് BJP ജയിക്കുന്ന പാർട്ടി എന്നുള്ള വിശ്വാസം ആളുകൾക്ക് വന്നപ്പോൾ അവിടെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആന്റി ഇൻക്യുമൻസി ഫീലിംഗിന്റെ BJPക്ക് നോമിനലായിട്ടെങ്കിലും പ്രസൻസ് ഉള്ള എല്ലാ സ്ഥലത്തും ഗുണഭോക്താവായത് BJP ആണ്. പിന്നെ BJP കേന്ദ്രത്തിന് ധാരാളം ഫണ്ട് കൊണ്ടുവന്നു, അത് ഈ വാർഡുകളിൽ മുഴുവൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നൊക്കെ അദ്ദേഹം എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും കേന്ദ്രവുമായിട്ടും സംസ്ഥാന നേതൃത്വമൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, ഫണ്ടിന്റെ വികേന്ദ്രീകരണത്തെ പറ്റിയിട്ടും ചെലവിനെ പറ്റിയിട്ടും. ഞാൻ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. അദ്ദേഹത്തിന് നേരിട്ടിട്ട് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്രതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കന്മാരും ഇതുമായി കൈകാര്യം ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാർ ആണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. എങ്ങനെ നോക്കിയാലും കേരളത്തിലുടനീളം ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, 2015 നിന്ന് 2020 എത്തിയപ്പോഴാണ് വലിയ വളർച്ച ഉണ്ടായത്. കേവലം 500 വാർഡിൽ നിന്ന് 1600 എത്തി എന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായി തന്നെ ഫാക്സ് പരിശോധിക്കാണ്ട് പറയുന്നതാണ്. കാരണം 1300 വാർഡുകൾ ഉണ്ടായിരുന്നു 2015. 1300 ആണ് 2020 ആയപ്പോൾ 1600 ആയത്. ആ 1600 1850 ആകുമ്പോൾ ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയാണത്. ഗ്രാജുവൽ ആയിട്ടൊരു വളർച്ച കേരളത്തിൽ BJPക്ക് ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? BJP പുറകോട്ടല്ല പോകുന്നത്, BJP നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ല, ഗ്രാജുവൽ ആയിട്ട് കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുക. അത് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വളർച്ചയുടെ തുടർച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് കണ്ടോളൂ.